ഷർട്ട് അഴിക്ക്. ഷർട്ട് അഴിക്കണോ? ശകുന്തളെ, അതവിടെ വച്ചേക്ക്, ഞാൻ തുടച്ചോളാം. ഓ, ഷർട്ട് ഊരു. മാളു, എന്താ നീ പരിചയമില്ലാത്തവരെ പോലെ? എൻ്റെ അവസ്ഥയെല്ലാം ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ? ഈ കുഞ്ഞിന്റെ ജനനം വരെ നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാവും, ഒരു നല്ല നേഴ്സായിട്ട്. അതിനുശേഷം പിന്നെ എൻ്റെ ജീവിതത്തിൽ നിങ്ങൾ ഉണ്ടാവില്ല. നിങ്ങളുടെ ജീവിതത്തിൽ ഞാനും. സുധീന്ദ്ര, മാളവിക നിനക്ക് നഷ്ടപ്പെടുകയാണ്. നീ ഒരു കുഞ്ഞിന് ജന്മം നൽകുന്നതോടെ ഈ സമൂഹത്തിൽ നിന്റെ സ്ഥാനം എന്താകുമെന്ന് നീ ഓർത്തിട്ടുണ്ടോ? നിന്റെ കുടുംബം മുഴുവൻ നിന്നെ വെറുക്കും. സമൂഹത്തിന് മുന്നിൽ അവരെയെല്ലാം പരിഹാസപാത്രമാക്കിയ നിന്നെ എല്ലാവരും ഉപേക്ഷിക്കും. ജീവിതത്തിൽ വിലപ്പെട്ടതെന്ന് നീ കരുതിയതെല്ലാം നിനക്ക് നഷ്ടപ്പെടുകയാണ്. എന്റെ ജീവിതം തീർന്നു പോയല്ലോ ഡോക്ടർ. എന്നാര് പറഞ്ഞു? ഞാൻ ഈ കുഞ്ഞിന് ജന്മം നൽകുന്നതോടെ സമൂഹത്തിൽ, കുടുംബത്തിൽ, ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെ ഇടയിൽ ഞാനൊരു വെറുക്കപ്പെട്ടവനാകും. ഡോക്ടർ, എനിക്കിതിൽ നിന്നൊരു മോചനം ഉണ്ടാവുമോ? ഇല്ലല്ലേ? സാരമില്ല. അതിനേക്കാളൊക്കെ വില എൻ്റെ ഉള്ളിൽ വളരുന്ന ജീവനുണ്ട്. ഡോക്ടർ, എനിക്കിതിൽ നിന്നൊരു മോചനം ഉണ്ടാവോ? ഇല്ലല്ലേ? സാരമില്ല. അതിനേക്കാളൊക്കെ വില എൻ്റെ ഉള്ളിൽ വളരുന്ന ജീവനുണ്ട്. സാർ, എൻ്റെ സുധി ഒരു പാവ. സാറ് വിചാരിച്ചാലേ ഈ ഊരാക്കുടിക്കുന്ന അവനെ രക്ഷിക്കാൻ പറ്റൂ. എത്ര ദിവസമായെന്നറിയോ അവൻ സ്വസ്ഥമായിട്ടൊന്ന് ഉറങ്ങിയിട്ട്. ഇത് കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. സുധിയെ ആശ്വസിപ്പിക്കുകയും അവന് ആത്മവിശ്വാസം പകർന്നു കൊടുക്കുകയും ചെയ്യേണ്ടത് നീയാണ്. എനിക്ക് കഴിയില്ല സാർ. എന്തുകൊണ്ട്? അവനെപ്പറ്റി സാറിനൊന്നും അറിയില്ല. എനിക്കറിയാത്ത എന്ത് കഥയാണ് അവനുള്ളത്? സുധി ഡിഗ്രിക്ക് പഠിക്കുമ്പോഴാണ് അവൻ്റെ അച്ഛൻ ഗൾഫിന് പോകുന്നത്. ഡ്രൈവറായിട്ട്. അവൻ്റെ അച്ഛൻ ഓടിച്ചിരുന്ന വണ്ടി അപകടത്തിൽപ്പെട്ട് ഒരാൾ മരിച്ചു. അച്ഛൻ ജയിലിലായി. വീടും പറമ്പും പണയപ്പെടുത്തി 20 ലക്ഷം രൂപ നഷ്ടപരിഹാരം കൊടുത്തിട്ടാ അവൻ്റെ അച്ഛനെ ജയിലിൽ നിന്ന് ഇറക്കിയത്. തിരിച്ച് നാട്ടിലെത്തിയപ്പോഴേക്കും അവൻ്റെ അച്ഛൻ ആകെ തകർന്നു പോയിരുന്നു. തൻ്റെ കൈപ്പിഴ കൊണ്ടൊരാൾ മരിച്ചതിലുള്ള കുറ്റബോധം, പിന്നെ 2 പെൺമക്കളടക്കമുള്ള കുടുംബത്തിൻ്റെ ആകെയുള്ള കിടപ്പാട് നഷ്ടപ്പെടുത്തിയതിലുള്ള ദുഃഖം. അവൻ്റെ അച്ഛൻ ആത്മഹത്യ ചെയ്തു. സങ്കടങ്ങളെല്ലാം ഉള്ളിലൊതുക്കി ചിരിച്ചും ചിരിപ്പിച്ച് നടക്കുകയാണ് സർവൻ. സ്വന്തം കുടുംബത്തിനു വേണ്ടി മാത്രമാണ് അവൻ ജീവിക്കുന്നത്. വിവാഹപ്രായമെത്തിയ ഒരു പെങ്ങളുണ്ട്. 7ാം ക്ലാസ് മുതൽ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒരു കാമുകിയുണ്ട്. അവനെ ഓർത്ത് മാത്രം ജീവിക്കുന്ന ഒരമ്മയുണ്ട്. എൻ്റെ ഈ പരീക്ഷണം ഒന്ന് പൂർത്തിയാവട്ടെ. അവൻ്റെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാനുള്ള പണം ഞാൻ കൊടുക്കാം. ആ പണം കൊണ്ട് അവന് നഷ്ടപ്പെട്ടതെല്ലാം തിരികെ വാങ്ങാൻ പറ്റുമോ?
സാറിന് പ്രശസ്തി നേടാനുള്ള പരീക്ഷണത്തിൽ അവനെ ഒരു കരുവാക്കാതെ സാർ ഒരു അല്പം മനുഷ്യത്വം കാണിക്കണം. ഗോപാലകൃഷ്ണൻ, ഈ അവസാന ഘട്ടത്തിൽ ഇങ്ങനെ സംസാരിക്കരുത്. സാറേ, ഭാര്യയും മകളെ പിരിഞ്ഞു ജീവിക്കുന്ന സാറിന് കുടുംബജീവിതത്തിന്റെ വില അറിയില്ല. ഇതെന്റെ ഒരു അപേക്ഷയാണ്. എങ്ങനെയെങ്കിലും സാർ അവനെ രക്ഷിക്കണം. റോയ് ഇത്ര അപ്സെറ്റ് ആയിട്ട് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. യെസ് ഡോക്ടർ, ഞാൻ എൻ്റെ ലക്ഷ്യത്തിൻ്റെ വിജയം അത് മാത്രമേ കണ്ടിരുന്നുള്ളൂ. അതിനെന്താ, ഡോക്ടർ റോയ് ഇപ്പൊ വിജയിക്കാൻ പോവല്ലേ? എനിക്ക് വിജയിക്കണ്ടേ ഡോക്ടർ മഹേഷ്? ഏയ്, എന്താ ഈ പറയുന്നത്? ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരൻ്റെ ജീവിതം അവതാളത്തിലാക്കിക്കൊണ്ട് എനിക്കങ്ങനെ വിജയിക്കണ്ട. സുധീന്ദ്രൻ എനിക്കിപ്പോൾ എൻ്റെ സഹോദരനെ പോലെയാണ്. അവൻ്റെ ഭാവിയെ മുൻനിർത്തിക്കൊണ്ട് തന്നെ ഞാൻ ഈ പരീക്ഷണത്തിൽ നിന്ന് പിന്മാറുക. വാട്ട് നോൺസെൻസ് യു ആർ ടോക്കിംഗ്? ഈ സിറ്റുവേഷനിൽ ഒരു അബോർഷൻ, ഇറ്റ് വിൽ കിൽ ഹിം. അതറിയാം ഡോക്ടർ. ഐ ഡോണ്ട് വാണ്ട് ടു അബോർട്ട്. ദെൻ വാട്ട് ഡു യു സജസ്റ്റ്? അവിടെയാണ് എനിക്ക് ഡോക്ടറുടെ സഹായം വേണ്ടത്. എന്ത് സഹായം? പറഞ്ഞോളൂ. ഇന്നിപ്പോൾ വന്ധ്യതാ ചികിത്സയിൽ ഇന്ത്യയിലെ തന്നെ നമ്പർ 1 ഡോക്ടർമാരിൽ ഒരാളാണ് ഡോക്ടർ മഹേഷ്. ഡോക്ടറുടെ പേഷ്യൻസിൽ ഒരിക്കലും കുട്ടികൾ ഉണ്ടാവാൻ സാധ്യതയില്ലാത്ത ആരെങ്കിലും ഒരാളെ കണ്ടെത്തണം. അതിനൊരു പ്രയാസം ഉണ്ടാവില്ല. എങ്കിൽ സുധീന്ദ്രന്റെ പെരിറ്റോണിയൽ കാവിറ്റിയിലുള്ള പ്രഗ്നൻസി നമുക്ക് ആ സ്ത്രീയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ക്യാൻ ഇറ്റ് ബി ഡൺ? ഷുവർ, വി ക്യാൻ ഡു ഇറ്റ്. ഹൗ? ഒരു ആർട്ടിഫിഷ്യൽ പൊക്കിൾക്കൊടി വഴി പിറക്കാൻ പോകുന്ന കുഞ്ഞിനെ അമ്മയുടെ നാഭിയുമായി കണക്ട് ചെയ്യണം. I can't believe it. But who will do the surgery? അതിനായി മാത്രം ജനിച്ച ഒരാളുണ്ട്, ഡോക്ടർ രവിശങ്കർ. The Nobel Prize winner, Mr. Ravishankar? യെസ്, അമേരിക്കയിൽ സെറ്റിൽ ചെയ്ത മലയാളി. ഗൈനക്കോളജിക്കൽ റിസർച്ചിലും സർജറിയിലും ലോകത്തിന്റെ തന്നെ അഭിമാനം. അദ്ദേഹം നമ്മളെ എങ്ങനെ സഹായിക്കുമെന്ന? ഹി വാസ് മൈ കൊളീഗ്. ഹി വിൽ ലവ് ടു ഡു ദിസ്. വാട്ട് ഈസ് സർപ്രൈസ്? ഹീസ് ഓൺലൈൻ. ഹായ്, ഗുഡ് ഈവനിങ്. ഹൗ ആർ യു? ഫൈൻ. വേർ ആർ യു നൗ? ഞാൻ നമ്മുടെ ഡോക്ടർ മഹേഷിന്റെ കൂടെ വെളിയിലാ. നിന്റെ മെയിൽ ഞാൻ കണ്ടു. നിനക്ക് ആ പരീക്ഷണം കംപ്ലീറ്റ് ചെയ്തൂടെ? നോ 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 നോ, ഐ വാണ്ട് ടു ക്വിറ്റ് ദാറ്റ് എക്സ്പെരിമെന്റ്. ഫോർ ദാറ്റ് ഐ നീഡ് യുവർ ഹെൽപ്പ്. Then as you wish. I will be there on time. താങ്ക് യു, താങ്ക് യു. No thanks. It's my obligation for medical science. Then I let you know the date and schedule later. Okay, Roy. Good night. Bye. Good night. Thank you. കാരിയറുടെ ഗർഭധാരണം മുതലുള്ള ഡേ ടു ഡേ ആക്ടിവിറ്റീസ് ഡോക്ടർ രവിശങ്കറിന് മെയിൽ ചെയ്യണം കേട്ടോ. സർ. സ്കാൻ റിപ്പോർട്ട് കൂടെ അപ്ലോഡ് ചെയ്തോളൂ. ഓക്കെ സർ. സർ, ഡോക്ടർ മഹേഷ് സാർ കൊടുത്തു വിട്ടതാ. ആ, ഒരു സന്തോഷ വാർത്ത പറയാനാണ് വിളിപ്പിച്ചത്. സുധിയെ ഈ പ്രതിസന്ധിയിൽ നിന്നും കരകയറ്റാൻ ഒരു വഴി കണ്ടുപിടിച്ചു. ഈ പ്രഗ്നൻസി കുട്ടികൾ ഉണ്ടാവാത്ത മറ്റു സ്ത്രീയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ ഞാൻ തീരുമാനിച്ചു. സാറിന് പുണ്യം കിട്ടും സാറേ. നീയല്ലേ പറഞ്ഞത് കുറച്ചുകൂടെ മനുഷ്യത്വം വേണം ഡോക്ടർക്കെന്ന്. ഞാൻ മനുഷ്യനായതിനു ശേഷമാണ് ഡോക്ടർ ആയത്. എങ്ങനെ നന്ദി പറയണമെന്നറിയില്ല. ഈ പറയുന്നതൊക്കെ നടക്കൂ ഡോക്ടർ? എല്ലാം നടക്കും. ഇതാ കാരിയറുടെ ഫുൾ ഡീറ്റെയിൽസ് ഇതിലുണ്ട്. പെർഫെക്റ്റ് സെലക്ഷൻ. കാരിയറും ഡോണറും തമ്മിൽ നല്ല മാച്ച്. ഇതാ വിമലേച്ചി, എന്താ, എന്തു പറ്റി? സർ, ഈ വിമല ഇവന്റെ സ്വന്തം സഹോദരിയാ. അപ്പോ സഹോദരിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാന്ന് പറഞ്ഞാല് സോ വാട്ട്? സുധീന്ദ്രന്റെ വയറ്റിൽ വളരുന്ന ഭ്രൂണം ഒരു പുരുഷന്റെ ബീജവും മറ്റൊരു സ്ത്രീയുടെ അണ്ടവും സംയോജിപ്പിച്ചുണ്ടാക്കിയതാണ്. അത് സഹോദരിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതുകൊണ്ട് എന്താ കുഴപ്പം? അല്ല ഡോക്ടർ, ഇതെന്റെ വീട്ടുകാരൊക്കെ അറിയില്ലേ? സുധീന്ദ്ര, ഇത് നമ്മൾ 4 പേരും അല്ലാതെ മറ്റൊരാൾ അറിയാൻ പോകുന്നില്ല. എനിക്കെന്തോ വല്ലാതെ പേടി തോന്നുന്നു ഡോക്ടർ. നിനക്ക് എന്റെ കഴിവിൽ വിശ്വാസമുണ്ട്? മറ്റാരെക്കാളും ഡോക്ടർ എനിക്ക് വിശ്വാസ. പക്ഷേ എനിക്കൊരു തീരുമാനം എടുക്കാൻ കഴിയുന്നില്ല ഡോക്ടർ.
ഏട്ടാ, ഒരു സന്തോഷ വാർത്ത പറയാനാ ഞാൻ വിളിച്ചത്. അതെ, എനിക്കൊരു കുഞ്ഞിനെ കിട്ടാൻ പോവാ. മഹേഷ് ഡോക്ടർ എന്നെയും ചേട്ടനെയും വിളിച്ച് കുറെ ടെസ്റ്റൊക്കെ നടത്തി. ഹലോ ഏട്ടാ, ഏട്ടാ, ഏട്ടനെന്തോന്നും മിണ്ടാത്തെ? ആ, എനിക്ക് ഒരിക്കലും ഒരു കുഞ്ഞിനെ കിട്ടുമെന്ന് വിചാരിച്ചല്ല. എന്റെ ജീവിതത്തിനൊരു അർത്ഥം ഉണ്ടായിരിക്കുന്നു. അച്ഛന്റെ സ്ഥാനത്ത് ഏട്ടനേ ഉള്ളൂ. ഓപ്പറേഷന് മുമ്പ് ഏട്ടൻ ഇവിടെ എത്തണം, എന്റെ അരികിലുണ്ടാകണം. നീ സമാധാനായിട്ടിരിക്കെ, ഞാൻ നിന്റെ അടുത്തുണ്ടാവും. ഏട്ടാ, ഞാനിപ്പോ എന്തു ഭാഗ്യവതിയാ. എന്റെ വയറ്റിലൊരു കുഞ്ഞ് പിറക്കാൻ പോവുക. ഈ ജീവൻ തന്നെ അവസാനിപ്പിക്കണമെന്ന് ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. ഒടുവിൽ എന്റെ പ്രാർത്ഥന ഈശ്വരൻ കേട്ടു. ഏട്ടന് സന്തോഷമായല്ലോ. റോയ്, നമ്മുടെ സർജറി മുഴുവൻ റെക്കോർഡ് ചെയ്യണം. ഇറ്റ്സ് എ പാർട്ട് ഓഫ് മെഡിക്കൽ ഹിസ്റ്ററി. ഈ ഫസ്റ്റ് കാരിയറും സെക്കൻഡ് കാരിയറും തമ്മിൽ ഇത്ര ഒരു പെർഫെക്റ്റ് മാച്ച് ആയ സ്ഥിതിക്ക് പിന്നെ മറ്റു കോംപ്ലിക്കേഷൻസ് ഒന്നും ഉണ്ടാവില്ല അല്ലേ? മഹേഷ്, നിങ്ങൾ അയച്ച റിപ്പോർട്ട് ഞാൻ കണ്ടു. വിമലയ്ക്ക് ചില ജനിതക വൈകല്യങ്ങളുണ്ട്. രണ്ടുപേരും ഒരേ ഗർഭപാത്രത്തിൽ പിറന്നവരാ. അതെ, പക്ഷേ നിശ്ചയിച്ച സമയത്തിനുള്ളിൽ ട്രാൻസ്ഫർ നടന്നില്ലെങ്കിൽ ഫസ്റ്റ് കാരിയർക്കോ ഭ്രൂണത്തിനോ മരണം സംഭവിക്കാം. കാരിയറുടെ ഹെൽത്ത് കണ്ടീഷൻസ് സാറ്റിസ്ഫൈഡ് ആണ്. ആർട്ടിഫിഷ്യൽ പൊക്കിൽ കൂടി സെക്കൻഡ് കാരിയറുടെ നാഭിയുമായി ബന്ധിച്ച് കഴിഞ്ഞാൽ കേവലം 10 സെക്കൻഡിനുള്ളിൽ ഭ്രൂണത്തിൽ നിന്നുള്ള ബ്രീത്തിങ് ആരംഭിക്കും. ആ 10 സെക്കൻഡിനുള്ളിൽ ഒറിജിനൽ പൊക്കിൽ കൂടി കട്ട് ചെയ്യണം. ഇസ് ഇറ്റ് പോസിബിൾ? എന്താ, ഭയം തോന്നുന്നുണ്ടോ? ഇല്ല, അങ്ങയുടെ വാക്ക് കേട്ടപ്പോ ഒന്ന് സംശയിച്ചു. ഈ കോംപ്ലിക്കേഷൻസിനെ കുറിച്ചൊക്കെ ഫസ്റ്റ് കാരിയർ ബോധവാനാണ്. അയാൾക്ക് വേണ്ടുന്ന ആത്മവിശ്വാസം നമ്മൾ പകർന്നു കൊടുക്കണം. എന്തെങ്കിലും കൈപ്പിഴ പറ്റിയാൽ നാളെ നമ്മൾ ഒരുപാട് പേരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടി വരും. ഒന്നും സംഭവിക്കില്ല രവി, നിന്റെ കഴിവിൽ എനിക്ക് പൂർണ്ണ വിശ്വാസം. കഴിവ് ദൈവത്തിൻ്റെയാണ്. ഞാനും നീയും അദ്ദേഹത്തിൻ്റെ കയ്യിലെ ഉപകരണങ്ങൾ മാത്രം.